നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തൊടുകൂറി ശാസ്ത്രത്തെക്കുറിച്ചാണ്. അതായത് 3 ചിത്രങ്ങൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നൊരു ശംഖാണ്, 2 നിലവിളക്കാണ്, മണിയാണ്. ഈ 3 ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സ് വയ്ക്കാം. അതിനുശേഷം നമ്മളുടെ ഇപ്പോൾ നടക്കേണ്ടതായ ഒരു ആഗ്രഹം, എന്താഗ്രഹമാണെങ്കിലും അത് മനസ്സിൽ കാണുക. അതായത് നമ്മളൊരു വസ്തു വാങ്ങാൻ പോകുന്നു, അതല്ലെങ്കിൽ ഒരു വീട് വെക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അതല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പിണങ്ങി നിന്ന ഒരു സുഹൃത്തിനെ തന്നിലേക്ക് അടുപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ പലതാകാം. ആഗ്രഹം എന്തു തന്നെയായാലും അത് മനസ്സിൽ കാണുക. ആദ്യം നമ്മൾ 3 ചിത്രങ്ങൾ കണ്ടു. 1 ശംഖായിരുന്നു, 2 നിലവിളക്കായിരുന്നു, 3 ഒരു മണിയായിരുന്നു. ഈ 3 ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്ത ചിത്രം നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം അത് വിജയത്തിലെത്തുമോ വിജയത്തിൽ എത്താതിരിക്കുമോ എന്ന് കൃത്യമായി പ്രവചിക്കും. ഇത് തൊടുകുറി ശാസ്ത്രമാണ്. 85% ശരിയാകാറുണ്ട്. ഒരു 15% ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏതായാലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശംഖോ നിലവിളക്കോ മണിയോ ഏത് ചിത്രമായാലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക. എന്നതിന് ശേഷം മനസ്സിൽ ഒരു ആഗ്രഹം കാണുക. ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ, അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു രഹസ്യം തന്നെ നമുക്കറിയുവാൻ സാധിക്കും. നിങ്ങളുടെ സ്വഭാവ സവിശേഷത, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ കൃത്യമായി അറിയുവാൻ സാധിക്കും. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് നിങ്ങളിൽ ഓരോരുത്തരും തന്നെയാണ്. ഏതായാലും ഒരു ചിത്രം തിരഞ്ഞെടുത്തുവല്ലോ. അതിനുശേഷം ഒരു സെക്കൻഡ് നിങ്ങൾ അതിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ശംഖായാലും നിലവിളക്കായാലും മണിയായാലും. അപ്പോൾ 3 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞു, നിങ്ങളുടേതായ ഒരു ചിത്രം. അപ്പോൾ നമുക്ക് അറിയാം, നിങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത ചിത്രം അത് ശംഖ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പല രീതിയിലും നിങ്ങൾക്ക് ഭാഗ്യദോഷങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയമായിരിക്കാം. പലവിധ ദുരാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്ന സമയമായിരിക്കാം, അല്ലേ? ഈ ഒരു 6 മാസക്കാലം പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായാലും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. വളരെ അപൂർവമായി മാത്രമേ ഒരു ഭാഗ്യാനുഭവം നിങ്ങളുടെ മുന്നിൽ എത്താറുള്ളൂ. പല പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് ഒരുപാട് വന്നു ഭവിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ അവസരങ്ങൾ, നല്ല അവസരങ്ങൾ അത് പലപ്പോഴും തട്ടിമാറിപ്പോകുന്നതായി കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് ആലോചിച്ച് ആകുലതപ്പെടേണ്ട. ഇനി നിങ്ങളുടെ സമയം നല്ലതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം ശംഖ് ആയതിനാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും, പക്ഷേ കാലതാമസമെടുക്കും. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. കാലതാമസം എടുത്താലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അത് നടന്നു തന്നെ കിട്ടും, ഉറപ്പായും. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം വളരെ അനുകൂലം തന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം ശംഖ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കാലതാമസമെടുത്ത് സാധിക്കും. അതായത് പെട്ടെന്നൊന്നും സാധിക്കില്ല. അതിന് നിങ്ങൾ എത്ര നേർച്ചകൾ നേർന്നാലും പെട്ടെന്ന് സാധ്യമല്ല. ഏകദേശം ഒരു 120 ദിവസത്തിനകം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് സാധിച്ചു തന്നെ കിട്ടും, ഉറപ്പായും. ആഗ്രഹം സത്യസന്ധമായിരിക്കണം. മനസ്സ് വെച്ച് ആഗ്രഹം നടക്കണം എന്ന് ഉറപ്പിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്യണം. അപ്പോൾ ശംഖ് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ആ ഒരു കാര്യം നടന്നു തന്നെ കിട്ടും. രണ്ടാമത് നിലവിളക്ക്. നമുക്കറിയാം, പവിത്രമായ നിലവിളക്ക്. ഈ നിലവിളക്ക് തിരഞ്ഞെടുത്തവർ ഭാഗ്യശാലികൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശാന്തതയോടുകൂടി ചിന്തിച്ചു പ്രവർത്തിക്കാൻ ഇവർക്ക് സാധ്യമാകും.
ഇവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യവും ഇവർ അംഗീകരിക്കില്ല. അഭിമാനികളാണ്, സ്നേഹസമ്പന്നരാണ്, ആരെയും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ആർക്കു വേണ്ടിയും ദോഷം ചെയ്യാനോ ആഗ്രഹിക്കുന്നവരുമല്ല. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടോ പലപ്പോഴും ശത്രുശല്യം വളരെ വലുതായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടായാൽ അതിനെ നഖശിഖാന്തം എതിർക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുമായുള്ള ക്രയവിക്രയങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇവർ. ആർക്കെന്ത് ഉപകാരം ചെയ്തോ മിക്കപ്പോഴും ഇവർക്കത് തിരിച്ചടിയാവാറുണ്ട്. അല്പം പണം കടം കൊടുത്തു കഴിഞ്ഞാൽ തിരികെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ സ്നേഹമായിട്ട് ആരെങ്കിലേക്ക് നിന്ന പിന്നെ ഇവരെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവർക്കുണ്ട്. അടിയുറച്ച ദൈവവിശ്വാസികളാണ്. പാപഭയവും ദൈവഭയവും ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിഴലിച്ചിരിക്കും. എന്നാൽ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതിൽ നിന്നും വ്യതിചലിക്കുക പ്രയാസമാണ്. നേട്ടങ്ങളുണ്ടായാലും അവ കൈവിട്ടു പോകാതിരിക്കുന്നതിന് ആരുടെയെങ്കിലും ഒരു പിൻബലം എപ്പോഴും ആവശ്യമായി വരുന്നു. ആരെയും അമിതമായി വിശ്വസിക്കുന്നവരല്ല ഈ നിലവിളക്ക് തിരഞ്ഞെടുത്തവർ. നിലവിളക്കാണ് ഇവർ തിരഞ്ഞെടുത്തത്. ഇവർ ആഗ്രഹിച്ച കാര്യം നടക്കും, ഉറപ്പാണ്. യാതൊരു സംശയവുമില്ല, ഇവർ വിചാരിച്ച കാര്യം നടന്നു തന്നെ കിട്ടും. അടുത്തത് മണി. ഒരു കാരണവശാലും ആ ഒരു ആഗ്രഹം നടക്കില്ല ഇവർക്ക്. ഇവർ ഇപ്പോൾ ആഗ്രഹിച്ച കാര്യത്തിൽ നിന്നും ഇവർ പിൻവാങ്ങുന്നതാണ് ഇവർക്ക് ഈ ഒരു സമയത്ത് നല്ലത്. വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇവർ ആഗ്രഹിച്ചത് സത്യമാകാം, യാഥാർത്ഥ്യമാകാം. പക്ഷേ ഈ ഒരു കാലയളവ് ഇവർക്ക് ഇതിന് അനുകൂലമല്ല. ഏകദേശം ഒരു 21 ദിവസത്തിന് ശേഷം മാത്രം നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഇവർ മണിയാണ് തിരഞ്ഞെടുത്തത്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്ത ഈ ചിത്രം, അതായത് മണി തിരഞ്ഞെടുത്തവർ അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. അതല്ലെങ്കിൽ ഇവർക്ക് പലപ്പോഴും അത് ദോഷം ചെയ്യും. ഇവർ വിചാരിക്കുന്ന കാര്യം സാധിച്ചൊക്കെ എടുക്കും. പക്ഷേ 21 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി ഇതിലൊരു തീരുമാനമെടുക്കാനും അതിലേക്ക് മുന്നോട്ട് പോകാനും. അങ്ങനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉറച്ച തീരുമാനങ്ങളാകാം നിങ്ങളെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ഏതായാലും നിങ്ങളെടുക്കുന്ന തീരുമാനം അത് ശക്തമായിരിക്കണം. ഏതായാലും മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു 21 ദിവസത്തിന് ശേഷം ശ്രമം തുടരുക. അത് നടന്നിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മണിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ സംഭവിക്കേണ്ട സമയം തന്നെയാണ്. പക്ഷേ ഈ ഒരു തീരുമാനമെടുക്കുന്നത് അല്പം വൈകിയാണ് എങ്കിൽ നിങ്ങൾക്ക് അതീവ ഗുണം ചെയ്യും എന്നത് തന്നെയാണ് കാണിക്കുന്നത്. ക്ഷിപ്രകോപവും ഉദാര മനസ്കരും കരുണയുള്ളവരുമൊക്കെ ആയിരിക്കും ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ, മണിച്ചിത്രം തിരഞ്ഞെടുത്തവർ. ഏതായാലും ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പറഞ്ഞ 3 ചിത്രങ്ങളും തിരഞ്ഞെടുത്തവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ. ഇവർ വിചാരിച്ച കാര്യം നടക്കണമേ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ശംഖ്, നിലവിളക്ക്, മണി ഇത് തിരഞ്ഞെടുത്തവർക്ക് നല്ലതുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.